നമസ്കാരം. നമുക്കെല്ലാവർക്കും വേദന ഉണ്ടായ ഒരു കാര്യമാണ്. 2 ദിവസം മുമ്പേ ഒരു കുഞ്ഞ് മരണപ്പെട്ടു. അതിനെ ഉപദ്രവിച്ച് അതിനെ കൊന്നു. രണ്ടാനച്ഛൻ അതിനെ ഉപദ്രവിച്ച് കൊന്നു. അങ്ങനെ കൊല്ലുന്നതിന് അമ്മയും കൂട്ടുനിന്നു. നമ്മളെല്ലാവരും ഫേസ്ബുക്കിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടൊരു കാര്യമാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു ചാനലിലുള്ള ഒരാൾ ആ കൊച്ചിനെ പോയി കാണുകയും അതിനൊരു എന്തോ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന് കൊച്ചിന്റെ 2 കൈയും ഒടിഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അത് ഇദ്ദേഹം പറഞ്ഞത് സൈക്കിളിൽ നിന്ന് വീണു, അല്ലെങ്കിൽ കൈ ഒടിഞ്ഞു, അങ്ങനെയാണ്. അത് അമ്മയും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു സൈക്കിളിൽ നിന്ന് വീണതാണ്, അങ്ങനെ കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞു. ആ കൊച്ചിന്റെ കൈ നമ്മൾ കണ്ടാൽ ഇങ്ങനെ ഇരിക്കുന്നത്, കാരണം നമുക്കും 2 പിള്ളേരുള്ളതാണ്. അപ്പോൾ ആ കൊച്ചിന്റെ കൈ കണ്ടാൽ നമുക്ക് ഏറ്റവും വേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒത്തിരി വീഡിയോസ് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ കൂടെ വന്നത്. അപ്പോൾ ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ നേരം ആ ഒരു ചാനലുകാർ വന്ന് ചോദിക്കാൻ നേരം ആ കൊച്ചിൻ്റെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ കൊച്ചിൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുന്ന പോലെ അതിങ്ങനെ എന്തോ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന പോലെയും അതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കര വേദനയിൽ കൂടെ ഉള്ളൊരു അദ്ദേഹം അതിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോഴും ആ കുഞ്ഞിനെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന പോലും അത് വേറെ ഇങ്ങനെ നോക്കുകയും പിന്നെ അതിൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ നേരം അതിങ്ങനെ മേടിക്കുകയും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദനയായിരുന്നു ആ കൊച്ചിൻ്റെ. കാരണം നമ്മൾ ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെല്ലാം കണ്ടു 50 മുറിവുകൾ, പിന്നെ അതിൻ്റെ ജനേന്ദ്രിയത്തില് മുറിവ്. അപ്പൊ അതിൻ്റെ എല്ലാം വേദന ആ കൊച്ചിന്റെ കണ്ണിൽ കൂടെയും എല്ലാം ഉണ്ടായിരുന്നതിൻ്റെ. അപ്പം ഈ ലോകത്തിൽ അതെന്തുമാത്രം വേദന സഹിച്ചാണ് ആ കൊച്ച് മരിച്ചുപോയത്. അപ്പൊ അതിനെ ഒന്നും പറയാനും അറിയത്തില്ല. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കരച്ചിൽ മാത്രം. അപ്പൊ ആ സംഭവം ഉണ്ടാകാൻ നേരം ആ കൊച്ചിന്റെ അമ്മ തമിഴ്നാട്ടിലോ എവിടെ പോയി ഡാൻസിന് അങ്ങോട്ട് പോയി വന്ന് കേട്ടു. അപ്പൊ ഒത്തിരി ഇങ്ങനെ ന്യൂസുകൾ കണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഇവന്റെ ആദ്യത്തെ വൈഫിന്റെ അതും ഡൈവേഴ്സായി. ആ വൈഫും ഇപ്പൊ കോമ സ്റ്റേജിൽ ഇപ്പം സീരിയസ് ആയിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പം ഇവന്റെ പ്രധാനപ്പെട്ട കാര്യം തല പിടിച്ച് ഭിത്തിക്കെട്ടിടിപ്പിക്കുക. ആ പെങ്കൊച്ചിന്റെയും തല പിടിച്ച് ഭിത്തിക്കെട്ടിടിപ്പിച്ചിട്ടാണ്. അതും ഒരു വയ്യാഴിയായിട്ട് ഇന്നലത്തെ വീഡിയോക്ക് അത് കണ്ടതൊന്നും സംസാരിക്കാൻ പോലും പറയുന്നില്ല. നല്ല കൊച്ചു പറയുന്നുണ്ട്, തല പിടിച്ച് ഇടിപ്പിച്ച്. ഇവനെയും അതുപോലെ തന്നെയാണ് ഈ കൊച്ചിനെയും അവൻ തല പിടിച്ച് ഭിത്തിക്കെട്ടിടിപ്പിച്ചെന്ന് പറയുന്നത്. പിന്നെ അവരെ വേറെ ആരാണ്ട് കൂട്ടുകാരും അതിനകത്ത് ഒരു മീഡിയക്കകത്ത് പറഞ്ഞു കേട്ടു. കൂട്ടുകാരല്ല, അവർ അറിയാവുന്ന ആ പ്രദേശമുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. അപ്പം കൊച്ചിനെ ചോറ് കൊടുക്കുന്നു. മരിച്ചു കിടക്കുന്ന കൊച്ചിനാണ് ഇവൻ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഒരു മാനസിക ഇവനെ ഞാൻ ഫേസ്ബുക്കിനകത്തും എല്ലാത്തിനും നല്ല തെറി തന്നെയാണ് ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ കാര്യം. അപ്പം ഒരു സൈക്കോയായിട്ടുള്ള ഒരാള്, ആ കൊച്ചിന്റെ അച്ഛനാണോ മുത്തച്ഛനാണോ ആരോ ഒരാൾ ഇവിടെ ഒരു മെസ്സേജ് വായിക്കുന്ന ഞാൻ കണ്ടു. ഈ പെങ്കൊച്ചിന് നേരത്തെ ഈ കൊച്ചിനെ വയറ്റിലുള്ളപ്പോഴും വേറെ ഒരാളായിട്ട് പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം കണ്ടുപിടിച്ചപ്പോഴത്തേനും ഈ കൊച്ചിന്റെ അച്ഛനെ ഉപേക്ഷിച്ച് ആ ഒരു പ്രയാസത്തില് ഇവൻ വന്ന് ആത്മഹത്യ ചെയ്യുമായിരുന്നു, അങ്ങനെയും കേട്ടു. ഇതിപ്പോ ഒന്ന് പോയാൽ ഒന്ന് എന്നുള്ള രീതിയിൽ കൂടി ഇങ്ങനെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് കാരണം ആ കുടുംബത്തിൽ 2 ജീവനാണ് പോയത്. ഒന്ന് കൊച്ചിന്റെ അച്ഛന്റെ ജീവൻ, രണ്ടാമത്തെ കുഞ്ഞിന്റെ ജീവൻ. എന്തുമാത്രം പിള്ളേരില്ലാതെ ബുദ്ധിമുട്ടി വിഷമിച്ച് നടക്കുന്നുണ്ട്. ഇവർക്കൊന്നുകിൽ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ഓർഫനേജിലോ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കായിരുന്നു. ഇപ്പൊ മരിച്ചു പോയി കഴിയുമ്പോൾ ഉള്ളവർ മൊത്തം വന്ന് പറയുന്നുണ്ട് അവന്റെ പ്ലാൻ അങ്ങനായിരുന്നു, ഇവന്റെ പ്ലാൻ ഇങ്ങനായിരുന്നു. എല്ലാം നമ്മളിപ്പോ ഈ സംഭവം നടന്നു കഴിയുമ്പോഴാണ് എല്ലാ ആൾക്കാരും ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഈ ഫേസ്ബുക്കിലെല്ലാം എന്തുമാത്രം അമ്മമാരായിരുന്നു കരയുന്നത് ഈ ഒരു വാർത്തകൾ കേട്ടിട്ട്. ആർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതിപ്പോ നമ്മളിപ്പം 2-3 ദിവസം ഇത് കേട്ടു, അത് കളയുന്നു. പിന്നെ അടുത്ത ദിവസം വേറൊരു കുഞ്ഞിനെ ഇങ്ങനെ വരുന്നു, ഇത് സംഭവിക്കുന്നു. ഇതിങ്ങനെ തുടർച്ചയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പക്ഷേ ഒരു നിയമം കറക്റ്റായിട്ട് വരേണ്ടതായിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഒരു കൊച്ചു പറഞ്ഞിട്ട് കേട്ടു,
ആഹ് ഇത് നിയമം ആ കൊച്ച് പറയുന്നത് സി എമ്മിനോട് പറയുന്നത്, സി എം ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ച് കൊല്ലാതെ എന്തെങ്കിലും ഒരു നിയമ നടപടി കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ ഉള്ള കാര്യങ്ങളും കേട്ടു. അപ്പം ഇതിന് കറക്റ്റ് ഒരു നിയമ നടപടി വരണം. ഇതിപ്പം പാർലമെന്റിലെ ഓരോ ഇതൊരു അവതരിപ്പിക്കുകയും ഈ കുഞ്ഞുങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ ഉള്ളതിനെ ഇപ്പം ഏതിലും സ്ത്രീയെ ഉപദ്രവിച്ച് കഴിയുമ്പോഴത്തേനും ഉള്ള സമ്മേളനക്കാരും മഹിളയും മകളും എല്ലാം കൂടെ വന്ന് അതിന് മണ്ടയ്ക്ക് വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം പുരുഷന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഒരു ഇതുണ്ട്. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരും വേറെ മറ്റുള്ള ഈ ചൈൽഡ് ഹെൽത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലേ, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അപ്പം അതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നത് കേൾക്കുന്നൊന്നുമില്ല. ഏതായാലും എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ആ കൊച്ചിൻ്റെ ഇതിപ്പോൾ രണ്ടാം ഘട്ടമായിട്ട് ഇവൻ കിട്ടിയെങ്കിൽ, ഈ സൈക്കോ രണ്ടാം ഘട്ടമായിട്ട് കിട്ടിയിരുന്നെങ്കിലും ഈ കൊച്ചിൻ്റെ അച്ഛൻ ഡൈവേഴ്സായി ആ കൊച്ചിൻ്റെ അച്ഛൻ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഇവനിപ്പം ജയിലിൽ പോയി തിരിച്ചു വരാൻ നേരമായാലും പുള്ളിയുടെ കൊച്ചിനെ കൊന്നതിൻ്റെ വാശി പുള്ളി തീർത്തേനെ. ഇപ്പം കുറച്ച് നാൾ നിയമം കൊണ്ടുപോയി അകത്തിട്ട് കഴിഞ്ഞിട്ട് സ്മോൾ ഷർട്ടുമായിട്ട് അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോകും, XXL ഷർട്ട് ഇട്ടുകൊണ്ട് തിരിച്ചിങ്ങോട്ട് വരുന്നു. പിന്നെ കുറച്ചുനാൾ കഴിയുന്നു, അത് കേസിൽ നിന്ന് വിധിയാവുന്നു, ഇറങ്ങി പൊക്കോളാൻ പറയുന്നു. അങ്ങനെ ഇറങ്ങി പോകാൻ നേരം ഈ നാട്ടുകാരുടെ അടുത്തോട്ട് ചെല്ലാൻ നേരം ചിലപ്പോൾ നാട്ടുകാരെ അന്നും പക വീട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ വേണ്ടി പോകും. വല്ല ബോംബെയോ വല്ല തമിഴ്നാടോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ അറിയാത്ത സ്ഥലങ്ങളിൽ പോയി താമസിക്കാമല്ലോ. അപ്പം നഷ്ടപ്പെടേണ്ട ജീവൻ നഷ്ടപ്പെട്ടു. ഇതിനൊക്കെ ഒരു കറക്റ്റ് ഒരു നിയമവും ഒരു പേടി ഉണ്ടായിരുന്നെങ്കിൽ. കാരണം ആദ്യത്തെ ആ വൈഫിനെ തന്നെ ഇവൻ തല്ലുകയും മടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തപ്പം തന്നെ ഇതൊരു ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോയി. അല്ല ഈ പെണ്ണ് പിന്നെ ഇവനെ കെട്ടാൻ ഈ കഥയൊന്നും അറിയത്തില്ലായിരുന്നു, ഈ സൈക്കോയാന്നുള്ള കാര്യങ്ങൾ. കാരണം ഇതൊക്കെ മനുഷ്യർക്കൊരു പേടിയില്ലാത്ത രീതിയിൽ കൂടെ പോകുന്നത്. ഇപ്പം ജയിലിൽ പോയാലും അവിടെ നല്ല സുഖ ഭക്ഷണമാണ്, കുഴപ്പമൊന്നുമില്ല, മാസശമ്പളം കിട്ടുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്. ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോകാൻ നേരം ആൾക്കാർക്ക് ഇതെല്ലാം ഉണ്ടല്ലോ. ക്രിമിനൽ മൈൻഡായിട്ടുള്ള സംഭവങ്ങൾ കൂടും. ഇതിനു മുമ്പ് എന്തുമാത്രം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു, നമ്മളിപ്പോൾ ഒന്നും വലുതായിട്ട് ഓർക്കുന്നില്ല. അന്ന് നമ്മളെല്ലാവരും വിഷമിച്ചിരുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ സംഭവം ഉണ്ടാകുന്നു, ഇപ്പോഴും വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ കൊച്ചിനെ ഉപദ്രവിച്ച അന്നപ്പോഴും ഈ പോലീസുകാരെ പിടിക്കാൻ വന്നപ്പോഴും കുറച്ചുപേര് നാട്ടുകാരെല്ലാം അവന് രണ്ടെണ്ണം കൊടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുന്ന ഒത്തിരി ശ്രമിച്ചു, രണ്ടെണ്ണം കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇവൻ രണ്ടെണ്ണം കിട്ടിയില്ല. ഇവനെ കിട്ടിയതിന് രണ്ടടിയാലും അവന്റെ കിട്ടിയിട്ട് വേണമായിരുന്നില്ല പോകാന്. ആ അനുഭവിച്ചതിന്റെ ആ ഒരു അടി നമുക്കൊരു തലക്കെട്ടൊക്കെ അടിക്കുമ്പോൾ നല്ല വേദന വരും. അപ്പൊ ആ ഒരു അടിയുടെ ആ ഒരു സുഖമൊക്കെ അവൻ അറിയാതില്ലേ അങ്ങോട്ട് കയറി പോയേക്കുന്നത്. അപ്പൊ അവനാ ചെയ്തതിന്റെ ഇങ്ങനെ കണ്ടാൽ നല്ല സുന്ദര കുട്ടൻ, നല്ല കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ യോഗ്യനായിട്ടുള്ളത് അല്ലേ, അവനെ കണ്ടാൽ തന്നെ നല്ല എന്നാ ഒരു ഇതാ. അപ്പൊ ആ കൊച്ച് ആ മുറിക്കകത്ത് ഒരു പട്ടിക്കുട്ടിയെ തല്ലി കൊല്ലുന്ന പോലെ അതിനെ തല്ലി കൊന്നു. അപ്പം എന്തുമാത്രം മൃഗീയമായിട്ട് പീഡിപ്പിക്കുകയും അടിക്കുകയും ചെയ്തിട്ടാണ് ആ ഒരു കൊച്ചിനെ കൊന്ന് അവന്റെ മനസുഖം അല്ലേ. കാരണം ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വരാൻ നേരം ഭാര്യയ്ക്ക് ഒരു കൊച്ചുണ്ട്, വേറെ ഒരു പുള്ളി രണ്ടാം ഘട്ടമായിട്ട് വരുന്നു. അപ്പൊ ഇവർക്കിടയ്ക്കുള്ള സുഖത്തിന്റെ അകത്ത് ഈ കൊച്ചൊരു ബുദ്ധിമുട്ടാവും. ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും തീർക്കണം. പിന്നെ നമുക്ക് എവിടെയെങ്കിലും സുഖമായിട്ട് പോയി ജീവിക്കണം. പിന്നെ ചിലർ പറയായിരിക്കും, എനിക്ക് എല്ലാവരും അല്ല പറയുന്നത്, ഇല്ല കൊച്ചുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം, നീയാണ് എനിക്ക് എല്ലാം എന്നൊക്കെ പറഞ്ഞ് വരുന്നവരൊക്കെ എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാലും കൂടുതലും ഇങ്ങനെയുള്ളതൊന്നും പോകാതിരിക്കുക. കാരണം നമ്മളിപ്പം സ്വന്തം അച്ഛനല്ലാത്തവരെ പിന്നെ കുഞ്ഞുങ്ങളെ കാണുമ്പം അത് എൻ്റെ രക്തത്തിൽ ഉണ്ടായ കൊച്ചല്ലല്ലോ എന്നൊരു തോന്നാനുള്ള സാധ്യത കുറച്ച് പേര് കൂടുതലാണ്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാനും കറക്റ്റ് ഒരു നിയമങ്ങൾ വരേണ്ടതായിട്ട് തന്നെ ഉണ്ട്. കാരണം ഇന്ന് ഈ സംഭവം ഉണ്ടായി, ഇനിയിപ്പം 6 മാസം കഴിഞ്ഞ് പിന്നെയും ഒരു സംഭവം ഉണ്ടാകുന്നു, പിന്നെയും 1 വർഷം കഴിഞ്ഞ് പിന്നെ സംഭവം ഉണ്ടാകുന്നു. അന്ന് ഇന്നത്തെ ഈ സംഭവം അങ്ങ് താഴ്ന്നു പോകും. അപ്പൊ ഇതിനൊരു നിയമത്തെ ആർക്കും പേടിയില്ലാത്തൊരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിയമങ്ങൾ നമുക്കറിയാമല്ലോ.
10, 20, 25, 30 വർഷം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ എല്ലാവരും അറിയാമല്ലോ, അതിനെക്കുറിച്ച് പറയണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വരാതെ ഇതിലൊന്നും ഒരു നീക്കിപ്പോക്കുമില്ല. കൊച്ചിപ്പം അതിനെ അടക്കി, അതിനിപ്പം മണ്ണോടെ ചേർന്നു, അസ്ഥി പൊടിഞ്ഞു പോയി, നമ്മളും ആ വിഷയം വിട്ടു, എല്ലാവരും വിഷയം വിട്ടു. ഇപ്പം നമ്മൾ പറയേണ്ട അല്പനേരത്തെ സുഖത്തിന് വേണ്ടി കൊച്ചൊരു ബാധ്യതയായി. കൊച്ചെന്നാ ചെയ്തു? ഇവരുടെയൊക്കെ ഈ സ്വഭാവത്തിന്റെ കൂടുതലും കൊണ്ടല്ലേ ആ പുള്ളിയും ഈ കൊച്ചിന് 3 മാസം ഉള്ളപ്പം ആത്മഹത്യ ചെയ്തെന്നാ ഇങ്ങനെ വായിക്കാൻ പറ്റിയത്. ഇപ്പം ഈ പെൺകൊച്ചിന്റെ ഈ ഒരു സ്വഭാവം കാരണം അതിന്റെ അച്ഛനും നഷ്ടപ്പെട്ടു, ആ കൊച്ചും പോയി. എന്നാ ഇവർക്ക് സൂഹിച്ച് ജീവിക്കാൻ പറ്റിയോ? അതുമില്ല. താൽക്കാലികമായിട്ടാന്ന് പറഞ്ഞാൽ അകത്തിപ്പം കിടക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവരെ ഇറക്കിയും വിടും. ഇറക്കി വിട്ടെന്ന് പറഞ്ഞാലും ഇവര് കിട്ടാനുള്ളത് കിട്ടുക തന്നെ ചെയ്യുകയും ചെയ്യും. അവരുടെ നാട്ടുകാരായാലും സ്വന്തക്കാരായാലും വെറുതെ വിടുകയില്ല. ഇപ്പൊ കൊച്ചിനെ മാക്സിമം ഉപദ്രവിക്കാവുന്ന പോലെ ജനേന്ദ്രിയത്തിൻ്റെ അകത്തും എല്ലാം ഉപദ്രവിച്ചു. അതിന് കൈ രണ്ടും തല്ലി ഓടിച്ചു മാക്സിമം ഉപദ്രവിക്കാതിന് പരമാവധി ഉപദ്രവിച്ച ഈ ഒരു സൈക്കോയെ മാക്സിമം ശിക്ഷ കൊടുത്ത് അകത്ത് തന്നെ ഇടേണ്ടിയിട്ടില്ലേ? മാക്സിമം ശിക്ഷ കൊടുത്ത് എല്ലാവരും വധക്കേസ് ചെയ്യണം, വധക്കേസ്, ജീവപര്യന്തം. എത്ര വർഷം ജീവപര്യന്തം? ഞാൻ പറയുന്ന ആ കൊച്ചു അനുഭവിച്ച രീതി കൂടെ തന്നെ നമ്മളൊരു കുറ്റം ചെയ്യാൻ നേരം ഈ ചെയ്യുന്നയാളും അതുപോലെ തന്നെ അനുഭവിക്കണം. കാരണം പിള്ളേരില്ലാത്ത ആൾക്കാരൊക്കെ എന്തുമാത്രം പേര് ഇത് കണ്ടിട്ടിരുന്ന് ഈ നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് ഇരുന്ന് കരയുന്നുണ്ടെന്നറിയാം. അപ്പം പിള്ളേരുണ്ടാകുന്നവർക്കാണ് ഈ കൂടുതൽ സോക്കേടുകൾ. എന്നിട്ട് അതിനെ കൊല്ലുന്നു. ഈയിടെ നടക്കുന്നുണ്ടോ, ഒരു പെങ്കൊച്ച് ബാത്റൂമിൽ ഇരുന്ന് പ്രസവിച്ചു, ജനലിനകത്തൂടെ കൊച്ചിനെ എടുത്ത് പുറത്തോട്ട് ഇട്ടെന്ന്. ഒന്ന് ആലോചിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിനൊക്കെ നല്ലൊരു നിയമം വരുവാണ്, എന്നാലേ ഒരു പേടി ഉണ്ടാകത്തുള്ളൂ. ആദ്യം ആ സൈക്കോ ആ പെങ്കൊച്ചിന്റെ അവസ്ഥ കണ്ടില്ലേ? ഇപ്പൊ തലമുടിയൊക്കെ ഇങ്ങനെ മുട്ടയടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ആശുപത്രിയിലും സംസാരിക്കാൻ പോലും വയ്യ. അപ്പൊ അവന് ഇങ്ങനെയുള്ള മാനസിക രോഗമുള്ള ആൾക്കാര് ഇതേ രീതിയിൽ തന്നെ ചെയ്യണം. അവന് 2 പോലും അവർക്ക് നാട്ടുകാർക്ക് പോലും കൊടുക്കാൻ പറ്റിയില്ല. ആ വീഡിയോ കണ്ടിട്ട് മാക്സിമം ശ്രമിച്ചു. പോലീസുകാരും പറയുന്നുണ്ടോ, സാറേ ഞാൻ ഒരെണ്ണം മാത്രം കൊടുക്കട്ടെ. ഇല്ല, കൊടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോ അവർ സ്മോൾ ഷർട്ട് വിട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നു, XXL ഷർട്ട് വിട്ടുകൊണ്ട് തിരിച്ചു വരുന്നു. അപ്പൊ ഞാൻ ഫേസ്ബുക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയക്കകത്തൊക്കെ ഞാൻ നല്ല ഇതിനൊക്കെ നല്ല തെറികളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ യൂട്യൂബിനകത്ത് നമുക്ക് അങ്ങനെ വിളിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് പറ്റും, നമ്മുടെ ഒരു മാന്യത അതിനോട്ട് പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാത്തത്. എല്ലാവർക്കും നമസ്കാരം.